ഗോഡ്സെ RSS പ്രവർത്തകനായിരുന്നു. ആ സമയത്ത് ഗോഡ്സെ RSS പ്രവർത്തകനായിരുന്നു. ആ സമയത്ത് ഗോഡ്സെ ഇല്ലില്ല, അതിനുശേഷം RSSൽ പ്രവർത്തിച്ചു. RSSുമായിട്ട് തെറ്റി RSSന്റെ ഹിന്ദുത്വത്തിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഗോഡ്സെ RSSൽ നിന്ന് വിട്ടുപോവുകയും അങ്ങനെയാണ് ഹിന്ദു മഹാസഭയിൽ ചേർന്ന് തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കുകയും ചെയ്തത്. അതിനുശേഷം RSS ഗാന്ധി വധത്തിന് ശേഷം അന്നത്തെ ഭരണാധികാരിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള നിലപാട് നമുക്കറിയാം. അന്ന് ഗാന്ധിയെ കൊല്ലുന്ന സമയത്ത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ. പക്ഷേ അന്ന് വിചിത്രമായിട്ടുള്ളൊരു നടപടി, ഹിന്ദു മഹാസഭയെ നിരോധിക്കാതെ അന്ന് RSSനെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ഭരണവർഗം തയ്യാറായത്. അപ്പോൾ അതിനു പുറകിൽ ഭരണവർഗത്തിന്റെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ABVP പറയുന്നത്. ഇല്ലില്ല, അദ്ദേഹം ഒരിക്കലും RSSന്റെ ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരു നേതാവൊന്നുമല്ല. അദ്ദേഹം സ്വയം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഹിന്ദു എന്ന് പറഞ്ഞ സ്വാഭിമാന ഹിന്ദു എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ പറഞ്ഞു പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ അടിയിലാണ് കമന്റ് ഇട്ടുള്ളത്. അദ്ദേഹം ഒരിക്കലും സംഘപരിവാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘടനയുടെയും ഭാരവാഹിയല്ല, സംഘപരിവാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുമല്ല. ചോദിക്കുന്നത് വെച്ചാൽ ഇതിനിടയിൽ പല BJP RSS നേതാക്കൾ ഗോഡ്സെയെ പ്രകീർത്തിക്കുന്ന ചില നേതാക്കളൊക്കെ പരാമർശം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ BJP നേതാക്കൾ ഇങ്ങനെ ഗോഡ്സെനെ പരസ്യമായിട്ട് ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അതിന്റെ കയ്യിലാണ് ABVP സമരം. ഒരിക്കലുമില്ല. ഏത് സമയത്ത് നമ്മളുടെ നീതിപീഠം ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആളാണ് നാഥുറാം വിനായക് ഗോഡ്സെ. അത്തരത്തിലുള്ള ഒരാള് അദ്ദേഹം ചെയ്ത കുറ്റമാണത്. അതിനെ നമ്മളുടെ കോടതിയുടെ ആ ഒരു വിധിയെ നമ്മുടെ രാജ്യത്ത് എല്ലാവരും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ RSS ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ, നാഥുറാം വിനായക് ഗോഡ്സെ അത്തരത്തിലൊരു ചെയ്തികൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നത് തെറ്റാണ്. അദ്ദേഹത്തെ 100% തള്ളിപ്പറയാൻ സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് എങ്ങനെ അതൊക്കെ വ്യാജ പ്രചരണങ്ങളാണ്. സത്യം പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. അത് ചുമ്മാ RSSനെ ഇതുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് പലരും പറയുന്ന കാര്യമാണ്. നമ്മൾ കപൂർ കമ്മീഷൻ റിപ്പോർട്ട് വായിക്കാൻ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഗാന്ധി വധം പുനരന്വേഷിച്ച സുപ്രീം കോടതിയിലെ ജഡ്ജാണ് കപൂർ. ജീവൻലാൽ കപൂറിന്റെ റിപ്പോർട്ട് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും RSSന് ഗാന്ധി വധവുമായിട്ട് യാതൊരുവിധ പങ്കുമില്ല എന്ന്. അതുപോലെ തന്നെ സവർക്കറെ പോലെയുള്ള ആളുകളെയൊക്കെ തന്നെ ഗാന്ധി വധത്തിൽ നിന്ന് നിരുപാധികം വിട്ടയച്ചിട്ടുള്ളത് നമ്മളുടെ നീതിപീഠമാണ്. ആ നീതിപീഠത്തിന്റെ വിധിയിലാണ് ABVPക്കും സംഘപരിവാർ സംഘടനയ്ക്കും വിശ്വാസം. അതോടൊപ്പം തന്നെ ഈ NITയിൽ ഇതിന് അനുബന്ധിച്ച് ഇന്ത്യയുടെ ഭൂപടം കാവി നിറത്തിൽ ഒരു SNS എന്ന സംഘടന തയ്യാറാക്കിയിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു. അതിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥി സസ്പെൻഡ് ചെയ്തു. ആ കാവി നിറത്തിൽ ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയതും അത്തരത്തിൽ ആഘോഷം നടത്തിയതിന് യോജിക്കുണ്ടോ ABVP? നമ്മളുടെ അവിടെ ഒരു വിദ്യാർത്ഥി ഇത് രാമരാജ്യമല്ല എന്ന് പ്രതിഷേധിക്കാനുള്ള അവകാശം ആ വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ അത്തരത്തിൽ അവരുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും അവകാശമുണ്ട്. അത് ഒരിക്കലും ABVPയുടെ പ്രവർത്തകരല്ല, പക്ഷേ മറ്റു വിദ്യാർത്ഥികൾക്ക് അവരുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അത് ക്യാമ്പസിനകത്ത് പ്രദർശിപ്പിക്കാനുള്ള എല്ലാവിധ അവകാശവും.